ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: ആത്മാവിൻ്റെ അസ്തിത്വം കണ്ടവർ ആര്? ആത്മാവിൻ്റെ അസ്തിത്വം കണ്ടവർ ആര്? ആത്മാവ് എന്നത് സ്ഥിര പരിചിത സത്യവും അനുഭവമാണ്. ഇതിൻ്റെ നിലനിൽപ്പിനെ ഉറപ്പിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്തുക എന്ന മോഹം മനുഷ്യന്റെ ദാഹമാണ്. ശാസ്ത്ര ഗവേഷകരും ആത്മീയരും തങ്ങളുടെ ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച് എന്നും ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അവശേഷിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. മരണസമയത്ത് ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ഭാരം കടന്നു പോകുന്ന ആത്മാവിൻ്റെ പിണ്ടഭാരം ആണോ? മരണസമയത്ത് ജീവികളുടെ ദേഹത്തു നിന്നും ബാഹ്യമായ എല്ലാ അവയവങ്ങളുടെയും രൂപഘടനകളുടെ പ്രതിബിംബം നിർഗമിക്കുന്നത് കാണുവാൻ കഴിയുമോ? ആത്മാവിനെ ശാസ്ത്രങ്ങൾ കൊണ്ട് മുറിക്കാൻ ആകുമോ? തീ കൊണ്ട് ദഹിപ്പിക്കുവാനാകുമോ? ജലം കൊണ്ട് നനയ്ക്കാനോ കാറ്റുകൊണ്ട് നീക്കാനോ ഒക്കുമോ? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുമ്പോൾ, ജീവിതം ഉണ്ടോ എന്ന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗവും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യവും ഒന്നിൻ്റെയും അവസാനവുമല്ലെന്നും സമ്മതിക്കേണ്ടിയിരിക്കുന്ന സംഗതി ആണ്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യ ശക്തി ഉണ്ടെന്ന സത്യം നിഷേധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ സമ്മതിക്കേണ്ട സത്യമാണിത്. പ്രപഞ്ച രഹസ്യങ്ങൾ അറിയുവാൻ കണിക വിസ്ഫോടനം നടത്തിയവരും അവർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്: ഓരോ കണികയിലും ചൈതന്യ ശക്തി ഉണ്ടെന്ന്. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന നിത്യപ്രകാശമാണ് അഖിലാണ്ട മണ്ഡലത്തിൻ്റെ ഉടയവൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് ഉന്നതമായ ആത്മീയ മർമ്മം നൽകിയവൻ ആര്? നിസ്സംശയം പറയാം, യേശു ക്രിസ്തുവാണ്. നൂറ്റാണ്ടുകളായി നിതാന്ത ധ്യാനത്തിലൂടെയും വിചിന്തനങ്ങളിലൂടെയും കണ്ടെത്തിയ സത്യമാണ് ആത്മാവ് എന്ന അത്ഭുതം. അമ്പരപ്പിക്കുന്ന ഒരു പ്രത്യേക സൃഷ്ടിയാണിത്. അനുഭവത്തിലൂടെ അതിവിസ്മയമായി തീർന്ന നാശരഹിതനും കാരണരഹിതനും കാലരഹിതനുമായ മഹാസങ്കല്പിക ഗോപുരം. ആത്മാവിൻ്റെ രൂപലക്ഷണങ്ങളെ പറ്റി വിശാല ചിത്രീകരണവും ദൃശ്യ അദൃശ്യ വേദങ്ങളിൽ ചിതറിക്കിടക്കുന്നുവെന്ന് നമുക്ക് അറിയാം. മരണസമയത്ത് ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ഭാരം കടന്നു പോകുന്ന ആത്മാവിൻ്റെ പിണ്ടഭാരമാണോ? ഈ ചോദ്യത്തിന് ശ്രദ്ധേയമായ ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രംഗൻ മക്ഡോഗാളിന്റെ നിഗമനം പരിശോധിക്കാം. ആത്മാവ് എന്ന വസ്തു ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് എത്ര സൂക്ഷ്മമായ അളവിലായാലും ഭാരമെന്ന അവസ്ഥ ആത്മാവിന് ഉണ്ടായിരിക്കും. ഈ ഉറച്ച നിഗമനത്തിൽ അന്വേഷണം ചെന്നെത്തി. അതിസൂക്ഷ്മമായ ഒരു ഭാരത്തെ അളന്ന് കണ്ടുപിടിക്കാൻ ഗവേഷണം തുടങ്ങി. സൂക്ഷ്മതരമായ ഭാര വ്യതിയാനങ്ങൾ രേഖപ്പെടുത്തുവാൻ കഴിയുന്ന ഉപകരണം സജ്ജമാക്കി പിന്നീട് മരണത്തോടടുത്ത രോഗികളെ പഠന വിധേയമാക്കി. നിരന്തരമായും സംയോജിതമായും തൂക്കമെടുത്തും, പ്രത്യേകിച്ച് മരണ നാഴികയിൽ തന്നെ എടുത്ത തൂക്കത്തിൽ കൂടി ശരീരത്തിൽ നിന്നും വ്യക്തമായ ഭാരനഷ്ടം ഉണ്ടായതായി കണ്ടുപിടിച്ചു. ഭൗതികമായ മറ്റ് ബാഹ്യ സാധ്യതകളൊന്നും തന്നെ ഈ വിധ ഭാരനഷ്ടത്തിൽ കാരണമാകുന്നില്ല എന്ന് തെളിഞ്ഞു. ഈ ഭാരനഷ്ടം മരണമടഞ്ഞവരിൽ മാത്രം കാണുന്ന ഒരു രഹസ്യമാണെന്ന നിഗമനത്തിലെത്തി. അജ്ഞപ്രജ്ഞരോ നിശ്ചലാവസ്ഥയിൽ കിടന്നവരോ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ ഭാരനഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് പഠനത്തിൽ അവർ കണ്ടെത്തുകയും ചെയ്തു. നാം മരണസമയത്ത് ജീവികളുടെ ശരീരത്തിൽ നിന്ന് ബാഹ്യമായ എല്ലാ അവയവങ്ങളുടെയും പ്രതിബിംബം പുറത്തേക്ക്
ഗമിക്കുന്നത് കാണുവാൻ കഴിയുമോ എന്ന് ഒരുപക്ഷെങ്കിൽ ചിന്തിച്ചേക്കാം. ഈ ചോദ്യത്തിന് കാരിങ്ടൺ എന്ന ശാസ്ത്രജ്ഞൻ ഉത്തരം കണ്ടെത്തിയത് മറ്റൊരു പഠനത്തിൽ കൂടിയാണ്. മരണസമയത്ത് ദേഹത്തു നിന്നും എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സംശുദ്ധമായ ഒരു വാതക അന്തരീക്ഷത്തിൽ അതിൻ്റെ പ്രതിച്ഛായ കണ്ടെത്താൻ സാധിക്കണം. ആത്മാവ് എന്നത് അറിയപ്പെട്ടു കഴിഞ്ഞിട്ടില്ലാത്ത ഒരേ ഒരു ഊർജമാണ്. ഈ ഊർജം സംശുദ്ധമായ വാതക അന്തരീക്ഷത്തിൽ ആനുപാതികമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. കാരിങ്ടൺ എന്ന ശാസ്ത്രജ്ഞന്റെ പഠനത്തെ ഡോക്ടർ വാൾട്ടേഴ്സ് എന്ന ഗവേഷകൻ ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക ഉപകരണം ഈ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തു. സൂക്ഷ്മതരമായ അളവുകളിൽ ഉണ്ടാകുന്ന രൂപമാറ്റം രേഖപ്പെടുത്തുവാനും അവയുടെ ചിത്രം എടുക്കുവാനും കഴിയുന്ന മെഷീനാണ് ക്ലൗഡ് ചേംബർ. പല ജന്തുക്കളെയും ഈ പരീക്ഷണ പേടകത്തിൽ വെച്ച് കൊലപ്പെടുത്തി അവയുടെ ഛായാചിത്രങ്ങൾ എടുക്കുന്നതിന് അദ്ദേഹം വിജയി ആയി എന്ന് പറയുന്നു. മരണസമയത്ത് ജീവികളുടെ ശരീരത്തിൽ നിന്നും ബാഹ്യ ആകൃതിക്ക് തുല്യമായ ഒരു വാതക ശരീരം നിർമുക്തമാകുന്നു എന്ന് വാൾട്ടേഴ്സ് കണ്ടെത്തി. ബാഹ്യമായ എല്ലാ അവയവങ്ങളുടെയും രൂപഘടനയുള്ള വാതക നിർമ്മിതമായ ശരീരം കാഴ്ചയിൽ മരണമടഞ്ഞ ജന്തുവിൻ്റേതുപോലെ ആകുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഈ സൂക്ഷ്മവാതക പ്രതിബിംബ വാൾട്ടേഴ്സ് എടുത്തു. അതായത് ഈ സൂക്ഷ്മവാതക പ്രതിബിംബം വാൾട്ടേഴ്സ് എടുത്തു. മൃതശരീരങ്ങൾ കിടപ്പു രീതിയിൽ ആയിരുന്നെങ്കിലും നിർമുക്തമായ ഈ വാതക പ്രതിബിംബം നിവർന്ന രീതിയിലായിരുന്നുവെന്ന് ഏറ്റവും അത്ഭുതകരമായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ കൊണ്ട് മുറിക്കപ്പെടാനാവാത്തതും തീ കൊണ്ട് ദഹിപ്പിക്കാനോ ജലം കൊണ്ട് നനയ്ക്കാനോ കാറ്റിനാൽ മാറ്റപ്പെടാനോ ആവാത്തതും ആയ ഒരമൂർത്ത സത്തയാണ് ആത്മാവ് എന്ന് പറഞ്ഞുവല്ലോ. ഒരു കുശവൻ ചെയ്യുന്നത് പോലെ രൂപപ്പെടുത്തിയെടുത്ത് ശരീരം നിർമ്മിക്കപ്പെട്ടെങ്കിലും ദേഹിയും സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ജീവശ്വാസം കാരണം അത് ശരീരത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനും ഇടയാക്കുന്നു. കോരഹ്, നദാൻ, അബീരാം എന്നിവരുടെ പ്രവൃത്തി മൂലം യഹോവ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ മോശ ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീണ് മധ്യസ്ഥത നടത്തിയതായി വായിക്കുന്നു. സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിക്കുകയായിരുന്നു എന്ന് സക്കറിയാവ് 12:1 പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദാമിന്റെ മൂക്കിൽ മാത്രം ജീവശ്വാസം ഊതിയപ്പോൾ മറ്റു മനുഷ്യരുടെ മൂക്കിൽ ജീവശ്വാസം ഊതുകയല്ല, ആത്മാവിനെ ഉള്ളിൽ സൃഷ്ടിക്കത്രേ ചെയ്തതെന്ന് നിഗമനത്തിൽ എത്തേണ്ടിയിരിക്കുന്നു. എന്തു തന്നെ ആയാലും മനുഷ്യാത്മാവ് ഉൾപ്പെടെ സമസ്ത ആത്മാക്കളും ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവവുമായി ഏകീഭവിക്കുന്നതുമാകുന്നു. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് സഭാപ്രസംഗി പറഞ്ഞത് ഇതിനാലാണ്. മനുഷ്യന്റെ ത്വക്ക് നശിച്ച ശേഷം രേഖരഹിതനായി ദൈവത്തെ കാണുമെന്ന് യോബ് പ്രത്യാശിക്കുന്നതും ഈ ഉദ്ദേശത്തിലാണ് എന്ന് യോബ് 19:26-27 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമായി എടുത്തത് ആത്മാവിന്റെ അസ്തിത്വം കണ്ടവർ ആര്? ആത്മാവിന്റെ അസ്തിത്വം കണ്ടത് ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരും അതല്ലാതെ ദൈവവും മാത്രമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആത്മാവ് ഉണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ ആത്മാവിനെ നമ്മുടെ ദേഹിയിൽ നിന്നും തിരിച്ചെടുക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്ന് നാം ആരും മറക്കേണ്ടതില്ല. ആയതിനാൽ നമ്മൾ ഏവരും ഒരുക്കത്തോടുകൂടി ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 11 മെയ് 2026, ഈ മാസത്തിലെ 11ാമത്തെ ദിവസം, ഈ വർഷത്തിലെ
31 ദിവസമാണ്. ഉയർപ്പിന് ശേഷം 37 ദിവസമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് 502 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഏവർക്കും ആത്മാവുണ്ട്. ആ ആത്മാവ് ദൈവം തന്നതാണ്. ആ ദൈവത്തെങ്കിലേക്ക് നമുക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് രൂപാന്തരപ്പെടുത്തി അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും ശ്രമിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.